അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ എടുക്കുന്നില്ല, പകുതി എടുക്കുന്നുള്ളൂ. ചെറിയൊരു കളർ വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലടിച്ചൊക്കെ ഇരിക്കുമല്ലായിരുന്നു. പച്ചക്കറി കടയിൽ ചെന്ന് മേടിച്ചപ്പോഴത്തേക്ക് നല്ല ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നന്നായിട്ട് വെള്ളം നിറച്ചിനിപ്പോൾ ഇടണം, എങ്കിലും അതിനകത്തുള്ള പൊടിയും അഴുക്കും അങ്ങനെയൊക്കെ മാറി കിട്ടും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മസാലക്കൂട്ട് എടുക്കുന്നുണ്ട്. മസാലക്കൂട്ട് എടുക്കുന്നത് ഒരു സ്പൂണ് ഒരു ലേശം കൂടെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഏതാണ്ട് ഒരു 1.25 എടുക്കുന്നത്. മല്ലിപ്പൊടി എടുക്കുന്നത് അതേ സ്പൂണിൻ്റെ 1 സ്പൂണ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനാണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മളിത് ആദ്യം അപ്പോൾ എന്തായാലും എന്നുള്ളൊരു ചെറിയൊരു തുടക്കം ഉണ്ടല്ലോ. പക്ഷേ എനിക്ക് അങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ പറയുന്നത്. അല്ലാതെ എനിക്കിത് കണക്ക് പിന്നെ വേറെ ഒരുപാട് യൂട്യൂബർ പറയുന്ന കണക്ക് അങ്ങനെ എനിക്ക് ആ ഒരു രീതി വരത്തില്ല. എൻ്റേതായിട്ടുള്ള ഒരു രീതിക്കാണ് ഞാൻ ഇത് കണക്ക് വീഡിയോ എടുക്കുന്നതും പറയുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊടി ഞാൻ പൊടിച്ച് വെച്ചിട്ടില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ മാറ്റി കൊണ്ടുപോയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നേരത്തെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് കണക്ക് നമ്മൾ ടൈലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുമല്ലോ, ഇങ്ങനെ ഇടിക്കുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ ടൈല് പൊട്ടുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു തുണി ഇട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ തുണി എടുത്തിട്ടില്ലെങ്കിലും മാറ്റി കൊണ്ടുപോയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. കുരുമുളക് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പെരുംജീരകം പൊടിച്ചെടുക്കാനായിട്ടുണ്ട്. പെരുംജീരകം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് പിന്നെ ഇപ്പോഴാണ് എടുത്തത്. പിന്നെ നമ്മൾ നേരത്തെ ഗ്യാസ് വെച്ചിരുന്ന സ്ഥലത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അടുപ്പൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ഭാഗത്ത് ഇങ്ങോട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്, ഈ ഒരു സൈഡിലോട്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ എടുക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ കാണിക്കാം അതെങ്ങനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഫ്രിഡ്ജ് ഇപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്. പെരുംജീരകം കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. പെരുംജീരകം കുറച്ച് മതി കേട്ടോ, കറുകപ്പട്ട അങ്ങനെയൊന്നും ഇടുന്നില്ല, പെരുംജീരകം മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പെരുംജീരകം പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, കുരുമുളകിൻ്റെ പൊടി, ഇത്രയാണ് മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. വലിയ എരിയൊന്നും ഇല്ല കേട്ടോ, വലിയ എരിവില്ലാത്ത മുളകാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് 2 ഞാൻ എടുത്തിരിക്കുന്നത്. സവാള എടുത്തിരിക്കുന്നത് 4 എടുത്തിട്ടുണ്ട്. 4 സവാളയാണ് എടുത്തിരിക്കുന്നത്, ചെറുതാണ് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവർ ഞാൻ വെള്ളത്തിൽ നല്ല നിറയെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. അതിനകത്തുള്ള മൊത്തത്തിലൊന്ന് വെള്ളം കയറി കിടക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ഞാൻ നിറച്ചിട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല പൊടിയടിച്ചിരിക്കുമായിരുന്നു, അവർ പുറത്തല്ലേ വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ 4 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 1 തക്കാളി, 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാനായിട്ടുണ്ട്. തക്കാളി ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സവാള ചെറിയ രീതിയിൽ ഇത് കണക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല, ചെറിയ ചെറിയ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഇതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നായിട്ട് എടുത്തിട്ടില്ല, പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. തക്കാളി കട്ട് ചെയ്ത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള. അപ്പോൾ ഇത്രയും ഒന്ന് മാറ്റി വെച്ചിട്ട് കോളിഫ്ലവർ ഒന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ പറയുന്നതിൽ, അല്ലാതെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ വലിച്ചു നീട്ടുന്നതായിട്ട് നമുക്ക് തോന്നുമല്ലോ. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനായിട്ട് പറ്റും, അതൊക്കെ ഞാൻ നോക്കാം. പക്ഷേ എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഇത് കണക്ക് നമ്മൾ ആദ്യം ആ തുടക്കം ഉണ്ടല്ലോ, അത് മാത്രമാണ് എന്നെക്കൊണ്ട് പറ്റാത്തത് കേട്ടോ. ഞാൻ അങ്ങനെ ഒത്തിരി നോക്കിയിട്ടുണ്ട്, പക്ഷേ അതെന്നെക്കൊണ്ട് പറ്റുന്നില്ല, അല്ലാതെ വേറെ ഒന്നും വിചാരിക്കല്ലേ. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണക്കൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ചെറിയ അവർ മരുന്നൊക്കെ അടിച്ചൊക്കെ വരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ടുണ്ട്. അതിൻ്റെ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് എന്തെങ്കിലും വിഷത്തിൻ്റെ അംശങ്ങളോ അങ്ങനെയൊക്കെ വരുമല്ലോ. ഇതിപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ അതിൻ്റെ തിളച്ച് അതിൻ്റെ വിഷത്തിൻ്റെ അംശങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഇറക്കി മാറ്റി വെക്കണമല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ ഇത് ഒത്തിരി ദിവസം കേടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെയൊക്കെ ആ ഒരു ഇതിലാണ് അതങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വെള്ളമൊന്നും എടുക്കുന്നില്ല, ഇത് ഊറ്റി ഒരു കണ്ണാപ്പയിലോട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വെക്കുന്നത് വേറൊരു മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് വെച്ചത്.
അപ്പോൾ ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിൽ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൽ ഞാനിപ്പോൾ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകല്ലെന്നുണ്ടെങ്കിൽ ഉലുവ ഇട്ട് കൊടുത്താലും മതി. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. പിന്നെ കറിവേപ്പില പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം സവോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള, തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇത് ഇത്രയും ഒരുമിച്ച് തന്നെയാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് ഇത് നല്ലതുപോലെ വഴട്ടി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരം നമുക്ക് കാപ്പിക്കോ രാവിലെ കാപ്പിക്കോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ചോറ് കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് ഉപ്പുനീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പുനീര് ഒഴിച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പിന്നെ കോളിഫ്ലവർ വേവിച്ച ആ ഒരു സമയത്ത് കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. അതിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തത് ഇത് വഴട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം ഈ ഒരു മൺചട്ടിയിൽ തന്നെ മസാല ഞാൻ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മസാല മൂപ്പിച്ചെടുക്കുന്ന വേറൊന്നുമല്ല, അതിൻ്റെ ആ ചെറിയൊരു കളറൊക്കെ ഒന്ന് മാറി കിട്ടാനും പച്ച ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേറെ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇതൊന്ന് മാറ്റിയിട്ട് ഈ മൺചട്ടിയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പെരുംജീരകവും കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണക്ക് നല്ല രീതിക്കൊന്ന് അടുക്കി പിടിക്കാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. മാറ്റി ഇത് തണുക്കാൻ വെച്ചതിന് ശേഷം ഇതിനെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. കല്ലിലല്ല അരച്ചെടുക്കുന്നത്, മിക്സിയുടെ ജാറിലാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത് ഇത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതേ മൺചട്ടിയിൽ ഇനിയിപ്പോൾ അടുത്ത വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല. നേരത്തെ കോരി വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം വെളിച്ചെണ്ണ ഉണ്ട്, അതിൻ്റെ എണ്ണ ഇറങ്ങിക്കോളും. അപ്പോൾ അതുകൊണ്ട് അതിൽ വേറെ വെളിച്ചെണ്ണ അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ തോന്നും ഇത്തിരി മെനക്കേടാണ്. മെനക്കേടായിട്ട് അങ്ങനെ ഒന്നുമില്ല. എല്ലാം അടുപ്പിച്ച് നമ്മൾ ചേർത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മൺചട്ടിയിൽ തന്നെ എല്ലാം വേവിച്ചെടുക്കാനായിട്ട് പറ്റും. അത്രയ്ക്ക് പാടുള്ള ഇതൊന്നും അല്ല കേട്ടോ, നല്ല എളുപ്പമാണ് ഇത് വെക്കാനായിട്ട്. പിന്നെ നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കോളിഫ്ലവർ, അതും കൂടെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി നല്ല വെള്ളം തോന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലിനിയിപ്പോൾ മസാലക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആ ഒരു പരുവത്തിന് കിട്ടത്തില്ല. ആ കുഴമ്പ് പരുവത്തിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റും മണവും കിട്ടത്തില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇതിൻ്റെ മസാല നമ്മൾ അരച്ച് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കണം. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കോളിഫ്ലവർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിൻ്റെ കൂടെ. ഇതിനിപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർക്കുമ്പോഴത്തേക്ക് ഒരു മുറി എടുക്കുന്നില്ല, ഒരു പിടി തേങ്ങയാണ് എടുക്കുന്നത്. ഒരു പിടി തേങ്ങ അരച്ച് നല്ല പേസ്റ്റ് പരുവത്തിനാക്കിയിട്ടാണ് അരച്ച് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ തേങ്ങ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തേങ്ങ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിൽ ഒരു പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, തേങ്ങ മാത്രം ഞാൻ പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കുവാണ്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നേരത്തെ നമ്മൾ കറിയൊക്കെ വെച്ച് നല്ല തിളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത്യാവശ്യം ഇപ്പോൾ ഒന്ന് നല്ല തിളച്ച് നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി വയ്ക്കുമ്പോഴത്തേക്ക് ഇത് കണക്കുള്ള ചേരുവ ചേർക്കുക. ചേരുവ ചേർക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് ഇത്രയും പൊടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൊടികൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക. അപ്പം വേണ്ടുന്നതിനനുസരിച്ച് ചേരുവ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഉപ്പുണ്ടോ ഇല്ലയെന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ അത്യാവശ്യം ഉപ്പുണ്ട്, ഇടയ്ക്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണമല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ട് ഒത്തിരി സമയമായിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാത്രിയിൽ വെക്കുന്ന വേറൊന്നുമല്ല, പുട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ. രാത്രിയിൽ ഗോതമ്പ് പുട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇറക്കി വെക്കാറായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല കുഴമ്പ് പരുവത്തിന് നല്ല ടേസ്റ്റ് നല്ല മണമൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇറച്ചി കഴിക്കാത്തവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് കറിയൊക്കെ വെച്ചിട്ട് കഴിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റ് നല്ല മണമൊക്കെയാണ് കേട്ടോ. ഇത്ര വറ്റിച്ചെടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇറക്കി മാറ്റി വെക്കുന്നത്. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് വയ്ക്കണമല്ലോ, പുട്ടിന് വേണ്ടിയിട്ടും രാവിലെ കാപ്പിക്ക് വേണ്ടിയിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കറി വെച്ചത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ. ഇന്നിപ്പോൾ രാത്രിയിൽ കറി വെച്ച് രാവിലെ എടുക്കാനും പറ്റും. പിന്നെ ചമ്മന്തി കറി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ വെക്കാം.
ഇതിപ്പോൾ രാത്രിയിൽ വെച്ചതൊന്നുമല്ല, ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം വെജിറ്റബിൾ കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.